Hi everyone. നമ്മൾ പ്ലസ് ടു മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന സെക്ഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൽ വേറെ കുറച്ച് ഇൻവേർട്ടിബിൾ ഫങ്ഷൻ ആ ഒരു സെക്ഷനിൽ വരുന്ന കുറച്ച് രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 1.3 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അതിലെ ഫസ്റ്റ് പാർട്ട്, അതായത് സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ഫോളോയിങ് ഫങ്ഷൻസ് ആർ ഇൻവേഴ്സ്. സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ഫോളോയിങ് ഫങ്ഷൻസ് ആർ ഇൻവേഴ്സ്, അതായത് ഈ തരുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 1.3 5.1 f from set 1 to 1 2 3 4 to set 10 with f equal to 1 10 2 10 3 10 4 10. ഇതിന് ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 1 10 2 10 3 10 4 10. ഇതാണ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ ഈസ് ബോത്ത് 1 1 ആൻഡ് 1 2, ദെൻ ഫംഗ്ഷൻ ഹാസ് ഇൻവേഴ്സ്. ഫംഗ്ഷൻ 1 1 ആണ് 1 2 ആണെങ്കിൽ 2 ആണെങ്കിലാണ് ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കുക. ദെൻ ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ. അപ്പോൾ അത് 1 1 ആണ് 1 2 ആണ് പ്രൂവ് ചെയ്താൽ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ട്. ഇനി അങ്ങനെ അല്ല, 1 1 അല്ല അല്ലെങ്കിൽ 1 2 അല്ല, ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇൻവേഴ്സ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നല്ല അല്ലെങ്കിൽ രണ്ടും അല്ലെങ്കിൽ, അതായത് 1 1 1 2 ആയിരിക്കണം ഇൻവേഴ്സ് ആകണമെങ്കിൽ. അതിൻ്റെ വിപരീതമായിട്ട് എന്താ സംഭവിച്ചാലും ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് 1 1 അല്ല. ഓരോ എലിമെന്റിനും, ഓരോ ഡിസ്റ്റിങ്ക്റ്റ് എലിമെന്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇതിലേക്കല്ല മാപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും 10 മാപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. 1 1 അല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ നമ്മൾ എഴുതി ചെയ്യുമ്പോൾ നമുക്കറിയാം f of 1 equal to 10, f of 2 equal to 10. അപ്പോൾ എഴുതി പറയുമ്പോൾ f of 1 equal to 10, f of 2 equal to 10. രണ്ട് എലിമെന്റ്സിന് ഒരേ ഇമേജ് വന്നു, അതുകൊണ്ട് അത് 1 1 അല്ല. Therefore function is not 1 1. Function is not 1 1. Therefore function അടുത്ത ലൈനായിട്ട് എഴുതണം. Therefore function does not have inverse. Therefore function doesn't have inverse. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തില്ല, ഇൻവേഴ്സ് ഇല്ല. ഫംഗ്ഷൻ 1 2 അല്ല, 1 1 അല്ല, അതുകൊണ്ട് തന്നെ ഫംഗ്ഷന് ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ ഇതിന് ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് ഇല്ല. ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നോട്ട് ഇൻവേർട്ടിബിൾ. അപ്പോൾ ഇൻവേഴ്സിന്റെ കണ്ടീഷൻ, ഇൻവേഴ്സ് ആകുന്ന എപ്പോഴാണ്, അതുപോലെ അത് എങ്ങനെ ചെയ്യുന്നതൊക്കെ തിയറി പാർട്ട് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഫസ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ളത്, കൺസിഡർ f from R to R given by R to R എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. R to R given by f of x equal to 4x plus 3. ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് 7th പ്രോബ്ലം ആണ്. എക്സസൈസ് 1.3 7th പ്രോബ്ലം ആണ് പറയുന്നത്. ചോദിച്ചിട്ടുള്ളത് ഷോ ദാറ്റ് f is invertible. Find the inverse of f. f ഇൻവേർട്ടിബിൾ ആണെന്ന് ഷോ ചെയ്യണം, അതുപോലെ പ്രൂവ് ചെയ്യണം, അതുപോലെ ഇൻവേഴ്സ് കണ്ടെത്തും വേണം. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം.
ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഫംഗ്ഷൻ 1 1 1 2 ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഇൻഡയറക്റ്റ്ലി ഏത് ചോദ്യം പോലെയാണ് 1 1 1 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്ന പോലെയാണ്. ഇത് 1 1 ആണ് 1 2 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് 1 1 ആണ് 1 2 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ടു എടുത്ത് നോക്കാം. ഈക്വൽ ടു ഇംപ്ലൈസ് 4x1 plus 3 equal to 4x2 plus 3 implies 3 3 cancel ചെയ്താൽ 4x1 equal to 4x2 implies x1 equal to x2. അപ്പോൾ എന്താണ് ലഭിച്ചത്? f of x1 equal to f of x2 implies x1 equal to x2. Therefore function is 1 1. Function is 1 1. അതുപോലെ ഇപ്പോൾ 1 1 ആണ് പ്രൂവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എടുക്കുക. അപ്പോൾ നമുക്ക് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ലഭിക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഈസ് 1 1. ഇനി 1 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ടേക്ക് y എലമെന്റ് ഓഫ് ആർ. y എലമെന്റ് ഓഫ് ആർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. y എലമെന്റ് ഓഫ് ആർ അല്ലെങ്കിൽ ഫോർ എനി y എലമെന്റ് ഓഫ് ആർ for any y element of R, take y equal to f of x equal to 4x plus 3. For any y element of R, take y equal to f of x equal to 4x plus 3. y equal to 4x plus 3. 4x equal to y minus 3. x equal to y minus 3 by 4. x equal to y minus 3 by 4. ഈ 1 1 ഇത് സോൾവ് ചെയ്ത പാർട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു y minus 3 by 4. അതായത് ഇപ്പം നമുക്ക് എന്ത് ലഭിച്ചു? ഫോർ എനി y എലമെന്റ് ഓഫ് ആർ there exists x element of r such that f of x equal to y. such that f of x equal to y എന്ന് ലഭിച്ചു. therefore function is 1 2. അതായത് നമ്മൾ എഴുതുന്നില്ല. അതായത് ഇതിന്റെ ഡെഫിനിഷൻ ഇത്രയും എഴുതിയിട്ട് നമ്മൾ പറയണം ഫോർ എനി ദാറ്റ് ഈസ്, ആദ്യം ദാറ്റ് ഈസ്, എന്നിട്ട് ഫോർ എനി y എലമെന്റ് ഓഫ് ആർ there is corresponding x in r such that there is corresponding x in r such that. അതായത് ഫസ്റ്റ് ഇവിടെ y എലമെന്റ് ഓഫ് ആർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സെറ്റ് ആണ്, പിന്നെ പറയുന്നത് ഈ ഫസ്റ്റ് സെറ്റ് ആണ്. For any y element of R, there is x in R such that f of x equal to y. Therefore, function is 1 2. Function is 1 2. അപ്പോൾ 1 1 ആണെന്ന് പറഞ്ഞു, 1 2 ആണെന്ന് പറയുന്നു. 1 2 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. Function is both 1 1 and 1 2. Therefore, function is invertible. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. Therefore, function is invertible. ഇനി ഇൻവേഴ്സ് കണ്ടെത്തണം. എഫ് ഇൻവേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ ചോദിച്ചു എക്സ് ഈക്വൽ ടു y minus 3 by 4. എക്സ് ഈക്വൽ ടു y minus 3 by 4 എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് y ആണ്. ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു y minus 3 by 4. ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഫംഗ്ഷൻ x equal to y minus 3 by 4. അതാണ് ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. x എന്താണോ ആ വാല്യൂനാണ് എന്ത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അതായത് f ഇൻവേഴ്സ് ഓഫ് y equal to y minus 3 by 4. ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് y equal to y minus 3 by 4. നമുക്ക് ലഭിക്കുന്ന x equal to y minus 3 by 4 ആണ് f ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുന്നത്. f ഇൻവേഴ്സ് ഓഫ് y അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. x equal to എന്താണ് y-ന്റെ ടേംസിൽ പറയുന്നതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. f ഇൻവേഴ്സ് ഓഫ് y equal to x equal to y minus 3 by 4. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഇൻവേഴ്സ് ഫംഗ്ഷൻ is given by g of y equal to y minus 3 by 4. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇതും ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. f ഇൻവേഴ്സ് ഓഫ് y equal to y minus 3 by 4 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ g of y equal to y minus 3 by 4 അങ്ങനെ എഴുതാം. രണ്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻ, ഒരേ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനെയാണ്
കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്ത് 1 ആണ് 1 ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് ഇൻവേർട്ടിബിൾ ആണെന്ന് ആദ്യം കാണിച്ചു. അതിൻ്റെ ഇൻവേർട്ടിബിൾ ആണ് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു വൈ മൈനസ് 3/4 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ജി ഓഫ് വൈ ഈക്വൽ ടു വൈ മൈനസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ എന്നാണ്ട് ജി ഓഫ് വൈ ഈക്വൽ ടു വൈ മൈനസ് 3/4 അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ ആണ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു വൈ മൈനസ് 3/4. രണ്ട് വിധത്തിൽ എഴുതാം. അപ്പോൾ അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. അതിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് എന്ന സെക്ഷനിൽ കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ബൈനറി ഓപ്പറേഷൻസ്. അതിൽ കുറച്ച് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.